അത് നമ്മൾ ഒരു നല്ല സമയം ഹീറോയിനായിട്ട് പടം ചെയ്യുന്ന സമയത്ത് നല്ല മുഖമുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവരെ വാശി പിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ട്രെൻഡായിരുന്നു, അങ്ങനെ ആയിരുന്നു പൊതുവേ ഉള്ള ഒരു രീതി. എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല. വലിയ റോളാണോ, ഞാൻ സെൻട്രൽ നായികയാണോ, ഞാൻ വില്ലിയാണോ, ഞാൻ ഇതിലെന്താണ്, എനിക്കാണോ പ്രാധാന്യം, ഇതൊന്നും ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. എൻ്റെ വീട് അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളതല്ല. ഞങ്ങൾക്കിത് പ്രൊഫഷനാണ്. അപ്പോൾ കിട്ടുന്ന വേഷം നന്നാക്കുക എന്നുള്ള ഒരൊറ്റ നയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഇമേജിനകത്ത് കുടുങ്ങി പോവില്ല. കോമഡി ചെയ്യുന്നത് നാണക്കേടാണെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ കോമഡി എൻ്റെ ക്യാരക്ടർ ഉൾപ്പെടുത്തി വന്നത്. അതിനെ ഒരു ഡയറക്ടേഴ്സും റെസ്ട്രിക്റ്റ് ചെയ്തില്ല. ഒരു നായകൻ്റെ നായിക ഒരിക്കലും കോമഡി പറയുന്ന ആളാവരുത് എന്നുള്ളത് നായകനും നിർബന്ധമല്ലേ. എൻ്റെ ഭാര്യ, എൻ്റെ കാമുകി ഒരിക്കലും ഒരു സദസ്സിനെ ചിരിപ്പിക്കുന്ന ഒരാളാവുന്നത് ഒരു പുരുഷനും ഇഷ്ടമല്ല. അതൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഋഷി കോമഡി പടം വരുമ്പം കോമ്പിനേഷൻ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അമ്പിയ ചേച്ചി പോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാട്ടോ ഈ പറയുന്നത്. അപ്പം ഞാൻ അന്തം വിടും. ചേച്ചി പറയുന്ന ഇതാണ്, ഒരു ക്യാരക്ടർ കിട്ടുന്നില്ല, ഒരു നല്ലോണം ഹ്യൂമർ പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ കിട്ടിയെങ്കിൽ ചെയ്തേനെ എന്ന് പറയുന്നുണ്ട്. എന്താണോ അവരെ വിളിക്കാത്ത, എന്താ നമ്മളെങ്ങനെ ചോദിക്കുന്നത്? ചേച്ചി ഇപ്പോൾ ഒരു പടം കഴിഞ്ഞാൽ കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ പ്രിവ്യൂവിന് പോവുക, അതിൻ്റെ ആഫ്റ്റർ പാർട്ടിക്ക് പോവുക, അതിൻ്റെ ബാക്കിയുള്ള വലിയ പ്രൊമോഷൻ, അവിടെ ഒന്നും നമുക്ക് പക്ഷേ കാണാൻ പറ്റില്ല. അവാർഡ് മേടിക്കാൻ തന്നെ ആളുകൾ കാല് പിടിച്ചാണ് ചേച്ചി പോയി വാങ്ങിക്കുന്നത്. പക്ഷേ ഇവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ആളുകളായിട്ടുള്ള ബന്ധം ഇതെങ്ങനെ ഇപ്പം നിലനിർത്തും? അറിയത്തില്ല വിഷ്ണു, നിങ്ങളൊക്കെ എന്നെ അന്വേഷിച്ചോ സ്നേഹമായിട്ട് വരുന്നോണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അതിനകത്ത് എല്ലാവരും ചീത്ത പറയും. എന്നോട് RJ ബാലാജി പലപ്പോഴും പറയും, നിങ്ങൾ ഇങ്ങനെയും അവാർഡ് പിന്നെ സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ എന്തിനോ ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്നത്, നിങ്ങളിപ്പം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളല്ലേ, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് വിളിക്കുമ്പോൾ എന്തിനാണെന്ന് ചോദിക്കും. പക്ഷെ എനിക്കെന്തോ പണ്ട് മുതലേ ആ ശീലമില്ല വിഷ്ണു. ഞാൻ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സമാധാനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കംഫർട്ട് സോണിൻ്റെ ആളാണ്. അതാണ് എനിക്കിഷ്ടമുള്ള കുറച്ച് പേരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ ഇഷ്ടമാണ്. ഈ ബഹളങ്ങളിൽ കുറേ നേരം നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്ക് അത് ഞാൻ ആഗ്രഹിച്ചങ്ങനെ ഒരു ബഹളം, ഒരു പാഷൻ അങ്ങനെ വന്നതല്ലല്ലോ. ഇതെൻ്റെ പ്രൊഫഷനായിട്ട് എൻ്റെ ജീവിതമായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പ്രൈവസിയിലേക്ക് പോകണം. ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത്, മാം ഇപ്പോഴും വായിക്കുന്നുണ്ട്. അതെ. ഞാൻ ഒരു തമിഴ് പുസ്തകത്തെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടു. കൃഷി ചെയ്യുന്ന കപ്പിൾ. അതെ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ആ കഥ. ഒരു പുതിയ ചെറുപ്പക്കാരെ എഴുതിയതാ. ഞാൻ അയാളിങ്ങനെ തപ്പി കിടക്കാം ഒരു നല്ല വാക്ക് പറയാനായിട്ട്. കോരയെന്നാണ് ആ കഥയുടെ പേര്. അപ്പൊ ഇത് വായിക്കുന്നത് ഇതൊരു സിനിമ പ്രൊജക്ട് ആക്കാനാണോ അതോ സ്വന്തം ഒരു സന്തോഷത്തിനാണോ പദസമ്പത്തിനാണോ? എന്റെ വളരെ സ്വകാര്യമായ ഒരു സുഖമാണ്, ഒരാനന്ദം, അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ചിലതിന്റെ ടൈറ്റിലൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എഴുത്തുകാരൻ്റെ പേര് ഓർമ്മ ഉണ്ടാവില്ല. എവിടെയെങ്കിലും ആ കഥ പറയുമ്പോൾ ഇത് ഞാൻ വായിച്ചാണല്ലോ എന്ന് പറയും. അല്ലാതെ ഇത് ഓർത്ത് വെച്ച് ഇന്ന കഥകൾ വെച്ചു എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഒരാൾ എനിക്ക് ഒരു പുസ്തകം സമ്മാനമായിട്ട് തന്നതാണ് ആത്രേയകം, R രാജശ്രീ. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കല്യാണിയിൽ നിന്നും ദാക്ഷാടിയിൽ നിന്നും ആ ഇത് വായിച്ചു. ആ സ്ലാങ് ഇഷ്ടപ്പെട്ടു. മലപ്പുറം സ്ലാങ്ങിന്റെ ഒരു മനോഹര ഒരു കഥ എന്നുള്ള ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സ്ലാങ്ങിൽ ഞാൻ ഉറക്കെ വായിച്ച് പഠിച്ചു. ഞാൻ ഖസാക്ക് വായിച്ചത് അതിന് വേണ്ടിയാണ്. ചെതലിയുടെ ഭാഷ, അത് തക്കന് ദണ്ണം വന്ന് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പോർഷനൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വായിക്കുന്നതാണ്. എനിക്ക് ഇപ്പോഴും അത് ആ പുസ്തകം തീർത്തിട്ടില്ല ഞാൻ. കാരണം എനിക്ക് തീർക്കാൻ തോന്നുന്നില്ല. കാരണം പാഞ്ചാലി എന്നുള്ള പ്രയോഗം ഇല്ലാതെ കൃഷ്ണ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിച്ചിട്ട് മഹാഭാരതത്തിൽ മറ്റാർക്കും അറിയാതെ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുകയാണ്. ഉഗ്രൻ റൈറ്റർ ആട്ടോ ശ്രീ. എനിക്ക് അവരെ കാണണമെന്ന് വലിയ ആഗ്രഹം. അതുപോലെ അവർ ട്രാൻസ്വുമനും ട്രാൻസ്ജെൻഡറിനും ഉപയോഗിച്ചിട്ടുള്ള വാക്കും എത്ര ഗംഭീരം. അയ്യോ, റെസ്പെക്ട് വെച്ചാൽ ഭീകര വാക്കുകളാണ് മലയാളം ചില വാക്കുകൾ എഴുതി വെച്ചേക്കുന്നത്. അതൊക്കെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. ഇതെല്ലാം ഉലൂബിയുടെ ഒക്കെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോയേക്കുന്നത്. അതൊന്നും ഇവിടെയും അത്രയധികം നല്ല രീതിയിൽ പ്രതിപാദിച്ച് ഞാൻ കണ്ടിട്ടില്ല, എങ്ങും വായിച്ചിട്ടില്ല ഞാൻ. പിന്നെ സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില, അത് വായിച്ചില്ല. അത് വായിക്കണം. ഇപ്പം എൻ്റെ 92 പേര് പറഞ്ഞു. പിന്നെ അലിയാർ സാർ അണ്ണൻ്റെ പുസ്തകത്തിൻ്റെ ഒരു കലവറ എന്ന് പറയുന്നത് എടുത്തോണ്ട് തരും അലിയാർ സാർ. അപ്പോഴും ഇപ്പോഴും വയസ്സാവാത്ത ഒരു മാർക്കണ്ടേയനാണ്. ഒരിക്കലും വയസ്സാവാതെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. കാരണം എവിടെ കണ്ടാലും ഒരു പുസ്തകം കൊണ്ടുവന്ന് തരും. പിന്നെ കൃഷ്ണൻകുട്ടി നായർ അറിയത്തില്ലേ, ആ അങ്കിള് ലൈബ്രറിയനായിരുന്നു. അപ്പോൾ ഉർവശിക്ക് ഞാനൊരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എടുത്താൽ പൊങ്ങാത്ത കുറച്ച് പുസ്തകം കൊണ്ടുവരും. എൻ്റെ അച്ഛനായിട്ട് കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് അതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ്. ഈ ജഗദമ്മയുടെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോഴേ ഒരു കുട്ടിയുണ്ട് അതിനകത്ത്. ഈ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കുട്ടി എൻ്റെ ഉള്ളിലുണ്ട്, അതിനെ കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനൊരു നല്ലൊരു മാർക്കറ്റിംഗ് വശമുണ്ട്. ഈ കുട്ടിത്തം ഉള്ളിലുള്ള ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എല്ലാ കാലവും നിലനിൽക്കും. ഇപ്പൊ മിസ്റ്റർ ബീൻ, ഈ കുട്ടിത്തം ഉള്ളിലുണ്ടല്ലോ. അപ്പൊ ചേച്ചിക്ക് ഇത് മനഃപൂർവ്വം ചെയ്യാം. അതായത് കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ട് എല്ലാ കാലവും ചേച്ചിയുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. കുട്ടികൾ എൻ്റെ വീക്ക്നെസ് ആണ്. ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നത്. 2 അമ്മമാരായിരുന്നു ചെന്നൈയിൽ ഞങ്ങളുടെ വീട്ടിൽ കൂട്ടുകുടുംബമായിട്ട്. അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും. അവരുടെ ശിക്ഷണമാണ്. മക്കളെ എന്ന് മാത്രമേ വിളിച്ച് കേട്ടിട്ടുള്ളൂ. എടീന്ന് നീയെന്നും ആരും വിളിച്ചിട്ടില്ല വീട്ടിൽ. അങ്ങനെയാണ് വളർന്നത്. സിനിമ വന്നപ്പോഴോ വാത്സല്യം എനിക്ക് കിട്ടി, എനിക്ക് മലയാളത്തിൽ നിന്ന്. അപ്പോൾ തമിഴിലൊക്കെ ആദ്യം പോകുമ്പോൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വലിയ അവിടെ എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഒരു കാര്യത്തിൽ. മറ്റു കാര്യത്തിൽ എനിക്ക് സിനിമ ഒന്നും ഇഷ്ടമില്ലെങ്കിലും വാങ്കമ്മ എന്ന് വിളിക്കുമ്പോൾ ഓ, നമ്മളെ വലിയൊരാളുടെ ശരി ഓക്കെ ജ്യൂസ് എടുത്തിട്ട് വാങ്ങൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു വലിയ ആളായി. അപ്പോൾ ഇപ്പോഴും എൻ്റെ മോള് ജനിച്ചപ്പം അവരുടെ ലാംഗ്വേജ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മോൻ ജനിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മോൻ്റെ അടുത്ത് പറയുമ്പോൾ അമ്മ എന്തോന്നമ്മ കുഞ്ഞു വാവേ പോലെയല്ല, ഞാൻ ഇപ്പോൾ വലിയ ആളായി എന്ന് പറയുക. അപ്പോൾ ഞാൻ പറയും ഞാൻ കുഞ്ഞു വാവേ അങ്ങനെ പറയും. മണ്ടയമ്മ. കാരണം അവൻ ഈ യൂട്യൂബൊക്കെ എടുത്ത് പഠിപ്പിക്കും. ആകെ കുക്കിംഗ് പ്രോഗ്രാം കാണാൻ വേണ്ടി അമ്മ എന്ത് വല്ലതും വെച്ചിരുന്നുണ്ടോയെന്ന് ചോദിക്കും മോനും. അവൻ യൂട്യൂബിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കും. അവൻ്റെ ഇഷ്ടമുള്ള ബ്രെഡും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ ഭയങ്കര താല്പര്യമാണ്. ചേച്ചിക്ക് അമ്മയാവുക, കുറേ കുട്ടികളുടെ അമ്മയാവുക ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളത്. ഞാനിത് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൂക്കുത്തിയമ്മൻ OTT റിലീസായപ്പോൾ അതിലൊരു സീക്വൻസ് ഉണ്ടല്ലോ, എനിക്ക് കുട്ടികളെ വേണം എൻ്റെ ചുറ്റും. കാരണം ഒരു കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ മറ്റൊരു കുട്ടി ഉണ്ടാവില്ല, എനിക്ക് ആരെങ്കിലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട് പോയതല്ലോ എന്ന് പറയുന്ന ഒരു വലിയ ഡയലോഗാണ്. ശേഷി മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഫുൾ എല്ലാവരോടും ഇങ്ങനെ ഇതിന് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ വളർത്തിയെന്നുള്ള എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. അത് സീനൊന്നും ഉണ്ടായിരുന്നില്ല, സീനൊന്നും പറഞ്ഞിരുന്നില്ല. ക്യാമറ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ പടം കഥ പഠിച്ച് ചൊല്ലുക മേഡം എന്ന് പറഞ്ഞു. അതെ അതെ അതെ. ബ്രേക്കിന് തൊട്ട് മുമ്പ് വിശന്നിരിക്കുക എല്ലാവരും. അങ്ങനെ അങ്ങ് എടുത്തു പറഞ്ഞപ്പോൾ നയൻതാര ചോദിച്ചു അയ്യോ കരഞ്ഞു എന്താണ്. ഞാൻ പറഞ്ഞു ഇത് കഥ പറയാൻ പറഞ്ഞു. എന്നാൽ ശരി പറയാമെന്ന് പറഞ്ഞ് ഞാൻ പോയി. പക്ഷെ സിനിമ വന്നപ്പോൾ അത് അത്ര നല്ല രസമുള്ള സീനായി അത്. അപ്പൊ ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ള കുറെ കുട്ടികളുടെ അമ്മയാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും അങ്ങനെ മനസ്സിലാക്കിയിട്ടൊന്നും ചെയ്യണതൊന്നും അല്ല. ചെയ്യണതാ അത് സീക്വൻസ് പടം മനസ്സിലാക്കിയിട്ട് ചെയ്താണ്. പക്ഷെ എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന കാര്യം അത്. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളായിരുന്നു സപ്പോർട്ട്. അച്ഛൻ ദേഷ്യപ്പെട്ട് അടുത്ത് വരുമ്പോൾ അച്ഛാ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ കാക്കക്കൂട്ട് കല്ലെറിഞ്ഞതുപോലെ അച്ഛൻ അപ്പോഴേ പേടിച്ച് ഓടും. അച്ഛൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എൻ്റെ അമ്മയെ കണക്കാക്കിയിരുന്നത്. അച്ഛനും അമ്മയും തമ്മിൽ 10-15 വയസ്സിന് കൂടുതൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ കളിക്കും. അമ്മയുടെ അത്രയും കോമഡിയും ആ സെൻസും ഒന്നും ഞങ്ങളുടെ ആർക്കും കിട്ടിയിട്ടില്ല. കൽപ്പന ചേച്ചിക്ക് ഒരു ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. കോമഡി ചെയ്യുന്നതിനും പറയുന്നതിനും ഇൻഹിബിഷൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. എൻ്റെ മുഖം ഗോഷ്ഠിയാവോ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഒരു കോമഡി ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ആദ്യം ഞാൻ എൻ്റെ അമ്മയെ പോലെ ഇമിറ്റേറ്റ് ചെയ്താൽ പഠിച്ചത്.